സംഘർഷാവസ്ഥയെ തുടർന്ന് കുണ്ടറ IHRD കോളേജിൽ നടത്താനിരുന്ന കോളേജ് യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും മാറ്റിവെച്ചു. കുണ്ടറ IHRD കോളേജിൽ വ്യാഴാഴ്ച രാവിലെയാണ് കുണ്ടറ MLA PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കേണ്ട പരിപാടിയാണ് മാറ്റിമറിച്ചത്. യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേ സെലിബ്രേഷനും PM വിശ്വകർമ്മ പദ്ധതിയിലുള്ള തയ്യൽ പരിശീലനത്തെ രണ്ടാമത്തെ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും തടസ്സപ്പെട്ടു. എന്നാൽ കേരള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള എല്ലാ കോളേജുകളിലും SFI ഇന്ന് സമരം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് IHRD കോളേജിൽ പരിപാടി നടത്താൻ കഴിയില്ല എന്ന് SFI അറിയിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. യൂണിയൻ നേതാക്കളും പൊതുപ്രവർത്തകരും കോളേജ് അധികൃതരോടൊപ്പം പലതവണ ചർച്ച നടത്തിയെങ്കിലും ചർച്ച എങ്ങുമെത്താതെ പിരിയേണ്ടി വന്നു. കുണ്ടറ SHO രാജേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നില ഉറപ്പിച്ചു. പിന്നീട് ചർച്ചയിൽ വെള്ളിയാഴ്ച പരിപാടി നടത്താൻ തീരുമാനമായി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് MLA പങ്കെടുക്കില്ല എന്ന് അധികൃതർ അറിയിച്ച തീരുമാനം ശ്രദ്ധേയമായി. തുടർന്ന് PM വിശ്വകർമ്മ ടൈലറിംഗിന്റെ സെക്കൻഡ് ബാച്ചിലുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കുണ്ടറ SHO രാജേഷ് വിദ്യാർത്ഥികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാമത്തെ ബാച്ചിൽ 26 പേരാണ് ട്രെയിനിങ്ങായി എത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ താര KS, പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത് CS, ബേസിൽ ഗോമസ്, PTA പ്രസിഡന്റ് നൌഷാദ്, മുൻ PTA പ്രസിഡന്റുമാരായ അജിത്, പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് കേരളം 24 വേണ്ടി ഷാരു, ന്യൂസ് ഡെസ്ക്, കൊല്ലം. ഓരോന്നിനും ഒരു വിധിയുണ്ട് എന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ എനിക്കതിന് ഭാഗമുണ്ടായി. അപ്പം ഞാൻ ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് MLA പ്രിൻസിപ്പളൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നതുകൊണ്ട് PTA പ്രിൻസിപ്പൾ പറഞ്ഞു അത് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 7 ദിവസം ഈ പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. നിങ്ങളുടെ ഈ പഠിച്ച തൊഴിൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകാനും നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടാനും സഹായമാണെന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഔപചാരികമായിട്ട്